കയറി ഇരുന്നിട്ട് ചോദിക്കാം, മുസ്ലിമീങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ. എന്താ ആലോചിക്കുക, മുസ്ലിമീങ്ങൾ മാത്രമേ പോകത്തുള്ളൂ, ബാക്കിയുള്ളവരൊന്നും പോകത്തില്ല. എവിടെ എത്തിയെന്നറിയോ മനുഷ്യൻ, എവിടെ എത്തിയെന്നറിയോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൂടി പോകണ്ട്. ഈ വയലിൽ ലൈവായത് കൊണ്ട് ഞാൻ പറയണില്ല. എന്താണെന്നറിയോ? ഓനാണ് മുസല്ല വിരിച്ചിട്ട് റോഡിൽ നിസ്കരിക്കുന്നത്. ഫോട്ടോ അല്ലാഹു അഅലം, കാത്തുരക്ഷിക്കുമാറാകട്ടെ. പറ ചങ്ങാതിമാരെ, കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെ ഭൂകമ്പവും ഇടിവെട്ടൊക്കെ ഉണ്ടായില്ലെങ്കിൽ അല്ലേ? അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, മറ്റൊരു മനുഷ്യൻ നന്മ ചെയ്തു കഴിഞ്ഞാൽ അവനുള്ളത് അല്ലാഹു ദുനിയാവി വെച്ച് തന്നെ കൊടുക്കും. ഇവിടെ ചോദിക്കണം, അവൻ പോവില്ലേ, ഇവൻ പോവില്ലേ? ഓൻ പോവെന്ന് ആദ്യം നോക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം നല്ല മരണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദുആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ മൂന്നാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാർ പറയുക, അസ്തഗ്ഫിറുല്ലാഹ് പറയുക. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 രണ്ടെണ്ണം കൂടെ പറയാൻ സമയം ഉണ്ടാവുമോ? നിർത്താറായില്ലേ? 12 മണിക്ക് ദുആ ചെയ്യണ്ടേ? ചെയ്യണ്ടേ? 5 മിനിറ്റ് ലൈറ്റ് അണയ്ക്കുന്ന സമയമല്ലേ അത്? 11:55 മുതൽ ആ 12 ലൈറ്റ് അണയ്ക്കുന്ന സമയം. മുമ്പിൽ നിൽക്കുന്നത് അമ്മയാണെങ്കിലും കയറി പിടിക്കുക ഇരുട്ടത്തെ. എറണാകുളത്തൊക്കെ പോയാൽ, നമ്മുടെ കേരളത്തിലൊക്കെ എറണാകുളത്തൊക്കെ നോക്കി നിന്നോണം, ഇങ്ങനെ നിന്നോണം. ലൈറ്റ് അങ്ങോട്ട് അണയ്ക്കും, പിന്നെ എന്തൊരു 5 മിനിറ്റ് ഒന്നുമില്ല. അവസാനം പിടിച്ചു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ അമ്മയായിരിക്കും മുന്നിൽ നിൽക്കണേ, പെങ്ങളായിരിക്കും. അല്ലാഹു അഅലം. കാലം എവിടെ എത്തി നിൽക്കണം? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാം കൂടെ ഇടിഞ്ഞ് തലേ വീഴാറായി കേട്ടോ, എല്ലാം കൂടെ ഇടിഞ്ഞ് തലേ വീഴാറായിട്ടുണ്ട്. അവനവന്റെ കാര്യം നോക്കി നടന്നു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാ. 6 കാര്യത്തിൽ 4ാമത്തെ കാര്യം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, നബി ഉദ്ഉല്ലാഹ അയ്യജഅലനി മുസ്തജാബ ദഅവ, എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ. നബിയുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് പറയും, അല്ലാഹു എന്റെ ദുആ സ്വീകരിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഒരു മനുഷ്യന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ 4ാമത്തെ മാനദണ്ഡം, അവൻ ഹറാമ് ഭക്ഷിക്കാൻ പാടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. തിന്നണത് പലിശ പൈസയാ. പെണ്ണും പിള്ളയ്ക്ക് മക്കൾക്ക് മൊത്തം പലിശയുടെ പൈസയാ. അല്ല, പലിശയുടെ പൈസ കൊടുത്ത് ചോറും കറിയും മേടിച്ചു കൊടുത്ത് ഇട്ടിരിക്കേണ്ടത് പലിശ പൈസ. ഹറാമ്. തിന്നിരിക്കുന്നത് ഹറാമ്, രക്തത്തിലൂടെ ഓടുന്നത് ഹറാമ്. എന്നിട്ട് ഇരുന്നിട്ട് അല്ലാ അല്ലാ എന്ന് വിളിച്ചാ കേൾക്കോ? അല്ലാ പറചങ്ങാതിമാരെ കേൾക്കോ? പറചങ്ങാതിമാരെ കേൾക്കോ? എടാ, സ്വന്തം രക്തത്തിൽ പലിശയെ തിന്നണേ എന്നനുസരിക്കേ. പലിശ എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ പ്രിയപ്പെട്ട, ഇവിടെ എന്താ അതിന് പറയാ? വണ്ടി. എന്തായാലും കാര്യം മനസ്സിലായല്ലോ. പലിശ 72ഓളം ഭാഗങ്ങളുണ്ടെന്ന്. അതിൽ ഏറ്റവും ചെറുതെന്തെന്നറിയോ? ഈ ഇരിക്കണ ഏതെങ്കിലും ഒരു മനുഷ്യൻ പലിശയുടെ പൈസ കൊടുത്ത് 1 കിലോ അരി വാങ്ങി നിന്റെ വീട്ടിൽ കൊണ്ടുപോയി നിന്റെ മക്കൾക്ക് കൊടുക്കുമ്പോൾ നീ ചിന്തിച്ചോണം, നിന്റെ ഉമ്മാനെ 32 പ്രാവശ്യം വ്യഭിചരിച്ചതിന് തുല്യവാ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പലിശ തിന്നുന്നത് നിസ്സാരമാണെന്ന് നീ കരുതിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പലിശ അല്ലാഹു പാവങ്ങൾ പലിശ തീറ്റി എഴുതുന്നവനും കൂടുന്നവനും എല്ലാം പോക്കാം. പലിശ കച്ചവട പലിശ എഴുതുന്നവനും വരെ നരകവാ. കൂട്ടു നിൽക്കുന്നവനും സാക്ഷി നിൽക്കുന്നവരെ. ഇപ്പൊ താടി ഹാജിയാക്കന്മാരാ പലിശ കച്ചവടം നടത്തുന്നത്. ഹജ്ജിന് പോയിട്ട് വന്നവന്മാര് പോലും ഇപ്പോ പലിശ കച്ചവടം നടത്തുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പള്ളി നിൽക്കുമ്പോൾ അല്ലോ നിസ്കരിക്കാൻ 1ാമത്തെ സഫിലുണ്ട്. 1ാമത്തെ സഫിൽ അല്ലോ കൈകെട്ടനെ കെട്ട ഇത്രയും പൊക്കിയിട്ടാ കെട്ടണം. അല്ലാ, അടുത്ത് നിൽക്കുന്നവന്റെ തലയിൽ കൂടെ ഒക്കെ കൈകെട്ടണം. ചില ആൾക്കാർ അടുത്ത് നിൽക്കുന്നവന്റെ തലയിൽ ഇങ്ങനെ ഒരു കെട്ടുണ്ട്. പോക്കറ്റിൽ നോക്കിയാൽ 2000ന്റെ നോട്ടാലിരിക്കണം. കാരുണ്യയുടെ ലോട്ടറി. ഇങ്ങനെ പള്ളിയുടെ 1ാമത്തെ സഫില് മോദി സാഹിബിന്റെ അടുത്ത് നിൽക്കൊണ്ടല്ലോ ഇമാമിന് നിസ്കാരം തെറ്റിയ ചാടി കയറേണ്ടവനാ. പുറകെ നിൽക്കുക. ഇമാമിന് നിസ്കാരം തെറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് ചാടി കയറണം. ഇമാമിന്റെ തൊട്ട് പുറകെ നിൽക്കുന്നവൻ. ഇമാമ സലാം വീട്ടിയിട്ട് ഇവനെ ഇങ്ങനെ നോക്കുമ്പോ ഇവ ഇരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പോക്കറ്റ് ഇരിക്കൊണ്ട് എന്ത് ലോട്ടറി. ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ഉണ്ടപ്പാ ലോട്ടറി. എളുപ്പ പൈസ. കോടി 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 1 കോടി 1 കോടി 1 കോടി എന്ന് പറഞ്ഞിട്ടൊക്കെ ഇതാവസ്ഥ. കോടി ഇതിന്റെ ഒടുക്കത്തെ കോടിയായി പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദര, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹലാലും ഹറാമെന്ന് ആരും നോക്കണില്ല. ആരാ നോക്കണേ?
എടാ, സ്വന്തം വാപ്പാടെ മയ്യത്ത് കബറി കൊണ്ടുവച്ചിട്ട് ഒരു മോൻ നിന്ന് കരയി അള്ളഹാനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യ, അല്ലാ എന്റെ വാപ്പയ്ക്ക് സ്വർഗം കൊടുക്കല്ല. ഒരു കുഞ്ചുമോൻ, ഒരു പാപവും ചെയ്യാത്ത പ്രായപൂർത്തിയാകാത്ത ഒരു മകൻ തന്റെ വാപ്പാന്റെ കബറിന്റെ ചാരത്ത് നിന്ന് നെഞ്ചു പൊട്ടിക്കിട്ട് ദുആ ചെയ്യുമ്പോ അല്ല പറയും, മോനെ നീ ദുആ ചെയ്യുന്നത് കാണുമ്പോ എനിക്ക് സങ്കടം ഉണ്ടടാ, പക്ഷെ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല, നിന്റെ ദുആ ഞാൻ സ്വീകരിക്കൂല. കാരണം എന്തേ? നീ ഇട്ടിരിക്കുന്നത് ഹറാമായ വസ്ത്രം, മൽബസുഹു ഹറാം. മോനെ നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാം, നീ കഴിക്കുന്ന ഭക്ഷണം ഹറാം, നിന്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തം ഹറാം. ഈ ഹറാം തിന്ന് നീ ദുആ ചെയ്താൽ ഞാൻ എങ്ങനെ സ്വീകരിക്കും? സ്വന്തം വാപ്പാന്റെ കബറിന്റെ ചാരത്ത് പോയി ദുആ ചെയ്താൽ പോലും സ്വീകരിക്കൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും വളഞ്ഞ വഴി എത്ര പെട്ടെന്ന്, എങ്ങനെയാ പെട്ടെന്ന് പണക്കാരനാകാൻ പറ്റുക? എങ്ങനെയാ പെട്ടെന്ന് പണക്കാരനാകാം? അതെല്ലാരും നോക്കണേ, എങ്ങനെ പെട്ടെന്ന് പണക്കാരനാകാം? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പെട്ടെന്ന് പണക്കാരനാകാൻ കഞ്ചാവ് കച്ചവടം നടത്തുന്നവരുണ്ട്, ബാംഗ്ലൂർ പോയിട്ട് മയക്കുമരുന്ന് കൊണ്ടുവരുന്നവരുണ്ട്, ആവശ്യമില്ലാത്ത വൃത്തികേടുകൾ ചെയ്യുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, റസൂലുള്ളാഹി പറയുകയാ, ഏതെങ്കിലും വീടിന്റെ അകത്ത് ഹറാമായ പണമുണ്ടോ, ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ, ആ വീട്ടുകാർക്ക് ആയുസ് കുറവാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പലിശ നടത്തുന്നവര്, അതാ പിടിച്ചുപറി നടത്തുന്നവര്, കള്ളത്തരങ്ങളെ കാണിച്ച് പണമുണ്ടാക്കുന്നവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, നീ ഒരുപാട് കാലം ഇവിടെ ഉണ്ടാകില്ല, നിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുമെന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, സഹോദരാ മോനെ, എന്തിനാ ആയുസ് കുറച്ച് കളയുന്നത്? നിന്റെ ആയുസ് എന്തിനാ നീയായിട്ട് നശിപ്പിച്ച് കളയുന്നത്? അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെന്ന് പണത്തിനെ വല്ലാതെ ഇഷ്ടപ്പെടുകയാ. എടാ, പണം കൊണ്ട് എന്ത് നേടാനാ? നിനക്ക് എഴുതിയതല്ലേ അല്ലാഹു നിനക്ക് തരികയുള്ളൂ. എന്തിനാ വഴഞ്ഞ വഴികൾ നോക്കുന്നത്? ഈ പണം കിട്ടിയിട്ട് നിനക്ക് എന്ത് കിട്ടാരാ? മരിച്ചു പോകുമ്പോ കൊണ്ടുപോകാൻ കഴിയുമോ പൊന്നുമോന്? വാപ്പ പോയപ്പോ വെറും കൈയോടെ സർവ്വതും നിന്റെ കയ്യിൽ തന്നിട്ട് പോയത് നീ മറന്നുപോയോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരാ, ഒരു മനുഷ്യന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നാലാമത്തെ മാനദണ്ഡം എന്തെന്നറിയോ? നിന്റെ ഭക്ഷണം ഹലാലാക്കണേ, നിന്റെ വസ്ത്രം ഹലാലാക്കണേ, നീ കഴിക്കുന്നതും ധരിക്കുന്നതും ഹലാലാക്കണേ. പൈസ കൊടുത്ത് വീട് വെച്ചിട്ട് വീടിന്റെ അകത്തിരുന്ന് കരഞ്ഞു ദുആ ചെയ്താ സ്വീകരിക്കുവോ പൊന്നുമോള്? അല്ലാഹുവേ, പലിശയ്ക്ക് പൈസ വാങ്ങിയിട്ട് വീട് വെക്കുകയാ. ആ വീടിന്റെ അകത്ത് കിടന്ന് സുജൂദ് ചെയ്തിട്ട് കാര്യമുണ്ടോ? അവിടെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ചിന്തിക്കുന്നത് നല്ലതാ ചെറുപ്പക്കാരാ. ഒന്നുമില്ലാത്ത നിനക്ക് വസ്തു തന്നത് അല്ലാഹുവല്ലേ. ആ വീടിന്റെ പണിയതാ, വീടിന്റെ പണി പകുതിയിലാക്കിയത് അല്ലാഹുവല്ലേ. അതിന്റെ ബാക്കി കൂടെ ചെയ്തു തരാൻ അല്ലാഹുവിന് കഴിവുണ്ടെന്ന് നിനക്ക് അറിയാ. പക്ഷേ ക്ഷമിക്കാൻ മനസ്സില്ല. ഏതെങ്കിലും വഴിയിലൂടെ കടമാണെങ്കിലും പലിശയാണെങ്കിലും ലോണാണെങ്കിലും എടുത്തിട്ട് വീട് വെക്കുന്ന ചെറുപ്പക്കാരാ, മോനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ഹറാമ് തിന്നുന്നവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ജീവിതത്തിൽ അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി നിന്റെ രാത്രിയാ, ഇന്നത്തെ രാത്രി നിന്റെ രാത്രിയാ. ഇത് കഴുകിക്കളയാൻ അല്ലാഹു തന്നിരിക്കുന്ന ഒരവസരമാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ദുആ സ്വീകരിക്കണമെങ്കിൽ 6 മാനദണ്ഡമുണ്ട്. അതിൽ 4ാമത്തെ മാനദണ്ഡം റസൂലുള്ളാഹി പറയുന്നു, സ്വഹാബാ, നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നിന്റെ ഭക്ഷണവും നിന്റെ പാനീയവും നിന്റെ വസ്ത്രവും ഹലാലാക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ വിശദീകരിക്കുന്നില്ല. 5ാമത്തെ കാര്യം എന്തെന്നറിയുവോ? റസൂലുള്ളാഹി പറയുന്നു, 4ാമത്തെ കാര്യം എന്താ? നിരാശ കാണിക്കല്ലേ.
പടച്ചവനെ എത്ര കാലമായി ഞാൻ ദുആ ചെയ്യുന്നു, അല്ലാഹു ഞാൻ ചോദിക്കുന്നത് തരുന്നില്ലല്ലോ. നിരാശയാ നിരാശയാ സഹോദരാ, ജീവിതത്തിൽ ഒരിക്കലും നിരാശ വെക്കല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുന്നിൽ ഒരു കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്താൽ ഒന്നുകിൽ അല്ലാഹു 3 പ്രതിഫലമാണ് കൊടുക്കുന്നത്. ഒന്നുകിൽ അല്ലാഹു അവന് ചോദിച്ച കാര്യം അല്ലാഹു അവന് സാധിച്ചു കൊടുക്കും, ഇല്ലെങ്കിലോ അല്ലാഹു പരലോകത്തേക്ക് അത് മാറ്റിവെക്കും. അല്ലെങ്കിൽ അല്ലാഹു എന്തെങ്കിലും വിപത്തുകൾ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യന്റെയും ദുആ അല്ലാഹു തട്ടിക്കളയൂല. ആര് ദുആ ചെയ്താലും 3-ൽ1 കാര്യം അല്ലാഹു നിനക്ക് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ നബിയുനാ റസൂലുള്ളാഹി. ഒന്നാമത്തെ കാര്യം ഇഖ്ലാസ് ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം അസ്തഗ്ഫിറുല്ലാഹ് പറയണം. മൂന്നാമത്തെ കാര്യം ഹറാമുകൾ ഒഴിവാക്കണം. നാലാമത്തെ കാര്യം നിരാശബോധം. അയ്യോ ഞാൻ ചെയ്ത് മടുത്തു, ഇനി ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. എല്ലാരും എന്താണെന്നറിയോ, ചോദിച്ച അപ്പൊ തന്നെ കിട്ടണം. എന്താ ഇന്റർനെറ്റ് യുഗമല്ലേ, ചോദിച്ചാൽ ഇങ്ങനെ നേരിട്ട് ഇറക്കി തരാം. മന്നും സെൽവി ഇറക്കിയതുപോലെ നിനക്ക് അള്ളാഹ് ഇറക്കി തരും. അങ്ങനല്ലോ മുൻഗാമികൾക്ക് മന്നും സെൽവി ആകാശത്ത് നിന്ന് പൊരിച്ച കോഴിയൊക്കെ എടുത്തു കൊടുത്ത പോലെ നീ ചോദിച്ച ഉടനെ അള്ളാഹ് തരണം. നീ ആര്, അംബാനിയുടെ മോൻ, ചോദിച്ച പെട്ടെന്ന് തരണം, ഇല്ലെങ്കിൽ നീ പിണങ്ങി. നിരാശ കാണിക്കല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. പറമക്കളെ നബിയുനാ റസൂലുള്ളാഹി. എന്റെ സഹോദര, നീ ദുആ ചെയ്ത അല്ലാഹു 3-ൽ ഏതെങ്കിലും ഒന്ന് തരും. എങ്ങനെ തരും? 3 കാര്യത്തിൽ ഒന്ന്. നീ അല്ലാഹുവിനോട് പടച്ചവനെ എനിക്ക് നീ തരണേ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നീ ചോദിച്ചത് അല്ലാഹ് തരും. അല്ലെങ്കിൽ അത് നിനക്ക് പരലോകത്തേക്ക് മാറ്റി വെക്കണേ നല്ലത്. നാളെ പരലോകത്ത് നീ മീസാൻ എന്ന ത്രാസിന്റെ മുന്നിൽ നിൽക്കുമ്പോ അല്ലാഹുവേ പടച്ചവനെ നിനക്ക് അല്ലാഹു സ്പെഷ്യലായിട്ട് ചില കെട്ടുതരുന്ന ചില പൊതി, മീസാൻ എന്ന ത്രാസിൽ ചില സ്പെഷ്യൽ പൊതി എടുത്തിടും. അല്ലാഹ് ഇതേതാ പടച്ചവനെ? എടാ നീ ദുനിയാവി വെച്ച് ദുആ ചെയ്തപ്പോ ഞാൻ ദുആ സ്വീകരിക്കുന്നില്ല, ഒരുപാട് നീ ചോദിച്ചു തന്നില്ലല്ലോ, അത് മാറ്റി വെച്ചതാ. അപ്പൊ മനുഷ്യൻ പറയും, അത്ര ദുനിയാവി വെച്ച് ചെയ്ത ഒരു ദുആ അല്ലാഹ് സ്വീകരിക്കാതിരുന്നാ മതി. നാളെ പരലോകത്ത് വെച്ച് പറയുവത്ര എന്റെ ഒരു ദുആയും സ്വീകരിക്കാതിരുന്നില്ലെങ്കിൽ എത്രയും നല്ലതായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒന്നീ നീ ചോദിച്ച കാര്യം തരും, അല്ലെങ്കിൽ എന്തെങ്കിലും വിപത്ത് അല്ലാഹു മാറ്റിത്തരും, അല്ലെങ്കിൽ പരലോകത്ത് അത് അല്ലാഹു മാറ്റിവെക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടരുത്. എപ്പോഴാണെങ്കിലും എത്രയോ പ്രവാചകന്മാര് ദുആ ചെയ്തിട്ട് പോലും വർഷങ്ങൾ കഴിഞ്ഞിട്ട് അല്ലാഹ് കൊടുത്തേ. പ്രവാചകന്മാരുടെ അവസ്ഥ ഇതാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്ഷമിക്ക്, എന്നെങ്കിലും ഒരിക്കൽ അല്ലാഹ് തരും. ദുആ സ്വീകരിക്കണമെങ്കിൽ പല മാനദണ്ഡങ്ങളുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഒരുപാട് ചരിത്രങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഒരു ചരിത്രം, ഗുഹയ്ക്കകത്ത് അകപ്പെട്ടു പോയ 3 മനുഷ്യന്മാരുടെ കഥ ഖുർആൻ പറയുന്നില്ലേ? ഹദീസിൽ കാണാമല്ലോ. എന്താ പഠിച്ചു നോക്കാത്തെ? ഒരു മനുഷ്യന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ദുആ ചെയ്ത് സ്വീകരിക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 3 ചെറുപ്പക്കാർ, 3 ആണുങ്ങൾ അല്ലാഹുവേ പടച്ചവൻ അവര് പെട്ടെന്ന് മഴ പെയ്തപ്പോ അവരെല്ലാവരും 3 പേരും കൂടെ ഒരു ഗുഹയ്ക്കകത്ത് കയറിയിരുന്നു. ഗുഹയ്ക്കകത്ത് കയറിയിരുന്നപ്പോ ഒരു പാറ വന്നിട്ട് ഈ ഗുഹയുടെ വാതിലി വീണ് അടഞ്ഞു. 3 പേരും ഗുഹയ്ക്കകത്താ, പുറത്തോട്ടിറങ്ങാൻ പറ്റൂല. ആ സമയത്ത് എത്ര പരിശ്രമിച്ചിട്ടും ഇറങ്ങാൻ പറ്റണില്ല. അപ്പൊ 3 പേരിൽ ഒരാൾ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യം അല്ലാഹുവിന്റെ മുന്നിൽ പറഞ്ഞിട്ട് ദുആ ചെയ്യാം. ഇത് പഠിച്ചോ? എന്താ പറഞ്ഞേ? എടാ, ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യം അല്ലാഹുവിനുള്ള മുന്നിലോട്ട് എടുത്തു പറഞ്ഞിട്ട് ദുആ ചെയ്യാം. 3 പേരും തീരുമാനിച്ചു. അതിലെ 1-ാമത്തെ മനുഷ്യൻ അല്ലാഹുവിനോട് പറഞ്ഞെന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന 1-ാമത്തെ മനുഷ്യന് 2 ഇരുകരങ്ങൾ ഗുഹയ്ക്കകത്തിരുന്ന് ഉയർത്തിയിട്ട് പറയുന്നു, ഞാൻ എന്റെ മാതാപിതാക്കളെ വല്ലാതെ സ്നേഹിച്ചവനാണ് റബ്ബേ. എനിക്ക് ഭാര്യയും മക്കളുമുണ്ട്. അല്ലാഹുവേ, എല്ലാ ദിവസവും ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ പാല് കറന്നിട്ട് എന്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും കൊടുത്തതിന് ശേഷമേ ഞാൻ എന്റെ ഭാര്യക്കും മക്കൾക്കും കൊടുക്കാറുള്ളൂ. ഞാൻ ആദ്യം പാല് കറന്നിട്ട് കൊടുക്കുന്നത് എന്റെ മാതാപിതാക്കൾക്കോ, അല്ലാതെ എന്റെ മക്കൾക്ക് ഞാൻ ഇന്ന് വരെ കൊടുത്തിട്ടില്ല. ആ ഗുഹയ്ക്കകത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ പറയുന്നു, നാഥാ, ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് കടന്നു ചെന്നത് താമസിച്ചാട് റബ്ബേ ആടിന്റെ പാല് കറന്നു. അതാ അവിടെ നിന്ന് പാല് കറന്നിട്ട് ഉമ്മയ്ക്ക് കൊടുക്കാ വീടിന്റെ അകത്ത് കടന്നു ചെല്ലുമ്പോ തന്റെ മാതാപിതാക്കള് കിടന്നു ഉറങ്ങുകയാ. ഉമ്മ ഉറങ്ങുകയാണ്.
ഉണർത്തുന്നത് അദബുകേടാണ്. ഉറങ്ങുന്ന മനുഷ്യനെ ഖുർആൻ ഓതി പോലും ശല്യപ്പെടുത്താൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഉമ്മ കിടന്ന് ഉറങ്ങുമ്പോ ഉമ്മാനെ വിളിച്ചുണർത്തിയിട്ട് പാല് കൊടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് പടച്ചവനെ ഉമ്മാനെ ഉണർത്താതെ പാലും പിടിച്ചു നിൽക്കുമ്പോ പിഞ്ചു കുഞ്ഞുങ്ങൾ വിശന്നിട്ട് സഹിക്കാൻ കഴിയാതെ വാപ്പയുടെ കാല് പിടിച്ചിട്ട് പറഞ്ഞു, വാപ്പാ വിശക്കുന്നു വാപ്പാ, കുടിക്കാൻ ഇത്തിരി പാലിതാ വാപ്പാ. എന്റെ പൊന്നാര മക്കള് കാലിൽ പിടിച്ച് കരയുകയാ. എന്റെ ഉമ്മയും ഉപ്പയും കുടിക്കാതെ ഞാൻ എന്റെ മക്കൾക്ക് കൊടുക്കൂല. പടച്ചവരെ, അവസാനം സ്വന്തം മക്കളെ കരഞ്ഞ് കരഞ്ഞ് തന്റെ കണ്ണിന്റെ മുന്നിൽ തളർന്നു വീഴുകയാ. എന്നിട്ടും കൊടുത്തില്ല. അവസാനം തന്റെ മാതാപിതാക്കൾ ഉണരുന്നത് വരെ പാലും കൊണ്ട് മാതാവിന്റെയും പിതാവിന്റെയും മുന്നിൽ കാത്തു നിന്നു. ഈ മനുഷ്യൻ പറയുന്നു, നാഥാ, ഇത് ചെയ്തത് നിന്റെ തൃപ്തി മാത്രം കരുതിയട്ടാ തമ്പുരാറ്. അതുകൊണ്ട് നീ ഇത് സ്വീകരിച്ചെങ്കിൽ ഈ പാറ മാറ്റി തരണേ അല്ലാ. അവിടുന്ന് ദുആ ചെയ്യുമ്പോ അടഞ്ഞിരിക്കുന്ന പാറയങ്ങ് കുറച്ചു മാറുകയാണ്. വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. രണ്ടാമത്തെ മനുഷ്യൻ അവിടുന്ന് ദുആ ചെയ്തു, അല്ലാ, എന്റെ വീട്ടിൽ കുറച്ചു പേര് ജോലിക്കുണ്ടായിരുന്നു. അതാ ജോലി കഴിഞ്ഞ് പോകുമ്പോ ഒരു മനുഷ്യൻ മാത്രം ശമ്പളം വാങ്ങിയില്ല. അവസാനം ആ മനുഷ്യന്റെ ശമ്പളം ഞാൻ മാറ്റിവെച്ചു. ഒരു ആടിനെ വാങ്ങി. അതിങ്ങനെ പെരുകി പെരുകി പെരുകിയിട്ട് ഒരുപാട് ആടുകളായി. അവസാനം ഒരു ദിവസം ആ മനുഷ്യൻ എന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. എന്റെ കൂലി ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, മനുഷ്യ, ആ മലഞ്ചെരിവിൽ കാണുന്ന ആടുകൾ മുഴുവനും നിന്റെതാണ്. അത് നിന്റെ പൈസ കൊണ്ട് വാങ്ങിയതാണ്. ആ മനുഷ്യൻ പറഞ്ഞു, നീ എന്നെ കളിയാക്കുകയാണ്. അവസാനം പറഞ്ഞില്ല, നിങ്ങളുടെ പൈസ കൊടുത്ത് വാങ്ങിയാടാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടുപോകാ പറയുമ്പോ അതാ മലഞ്ചെരുവിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്ന ആടുകളെ മുഴുവനും ആ മനുഷ്യൻ കൊണ്ടുപോവുകയാ. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അല്ലാ, ഇത് നിന്റെ തൃപ്തി കാംക്ഷിച്ചിട്ട് ചെയ്തതാ തമ്പുരാന്. സ്വീകരിച്ചെങ്കിൽ ഈ പാറ മാറ്റിത്തരണേ അല്ലാ. ചെറുപ്പക്കാരാ, പാറയതാ പിന്നെയും മാറുകയാണ്. ഇറങ്ങി പോകാൻ കഴിയില്ല. ആ സമയത്ത് മൂന്നാമത്തെ മനുഷ്യനുണ്ടല്ലോ, ആ ഗുഹയുടെ ഉള്ളറയിൽ ഇരുന്നിട്ട് ദുആ ചെയ്യുന്നു, നാഥാ, എന്റെ കുടുംബത്തിൽ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടായിരുന്നു നബിയല്ലാഹുവേ. ഒരു സുന്ദരിയായ പെണ്ണുണ്ടായിരുന്നു. എനിക്കവളെ വല്ലാത്ത ആഗ്രഹമായിരുന്നു. എന്ത് ചെയ്തിട്ടും അവൾ എനിക്ക് വഴിപ്പെടുന്നില്ല. അവസാനം അവൾക്ക് ദാരിദ്ര്യം പിടിപെട്ടു. എന്റെ മുന്നിൽ വന്ന് സഹായം ചോദിച്ചപ്പോ ഞാൻ അവളോട് പറഞ്ഞു, അല്ലാ, എനിക്ക് നീ ശാരീരികമായി ബന്ധപ്പെടാൻ അനുവദിച്ചാൽ നിനക്ക് ഞാൻ പണം തരാമെന്ന് പറഞ്ഞു. ഒരു ഗതിയുമില്ലാതെ ആ പെണ്ണതിന് സമ്മതിക്കുകയാണ്. അവസാനം ആരുമില്ലാതെ വീടിന്റെ ഉള്ളറകളില് എല്ലാം അടച്ചിട്ട് രഹസ്യമായിട്ട് ആ പെണ്ണിന്റെ രണ്ട് കാലുകൾക്കിടയില് അവിടുന്ന് വ്യഭിചരിക്കുന്നതിന് വേണ്ടി തെറ്റ് ചെയ്യാൻ സർവാവസരങ്ങളും കിട്ടി. അവിടുന്ന് പാപം ചെയ്യാൻ ആ പെണ്ണിന്റെ മുന്നിൽ പോയിരുന്നപ്പോ ആ പെണ്ണ് ചോദിച്ചു, ഇന്നി അഖാഫുല്ലാഹ്, അല്ലാഹുവിനെ പേടിയില്ലേടാ, അല്ലാഹുവിനെ പേടിയില്ലേ? പെണ്ണിന്റെ ചോദ്യം കേട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. മൂന്നാമത്തെ ചെറുപ്പക്കാരൻ പറയുന്നു, അല്ലാ, നിന്റെ ഭയം നട്ടാ ഞാൻ ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. മൂന്ന് പേരും അവിടെ നിന്ന് ദുആ ചെയ്തു കഴിഞ്ഞപ്പോ അതാ പാറ നീങ്ങുകയാ. അവസാനം അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ചരിത്രം പറയുമ്പോ, സഹോദരാ, ഒരിക്കലും നിരാശ വെക്കല്ലോ. അല്ലാഹു നിന്നെ കൈവിടൂല. പടച്ചറപ്പ് നിന്നെ ഒരിക്കലും കൈയൊഴിയൂല. നിന്നെ വല്ലാത്ത സ്നേഹമാ. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടല്ലോ. ദുആ ചെയ്യുന്ന സമയത്ത് നിന്റെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ പറഞ്ഞിട്ട് ദുആ ചെയ്യൂ. അല്ലെങ്കിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, സദഖ ചെയ്തിട്ട് ദുആ ചെയ്യൂ. സലാത്ത് പറഞ്ഞിട്ട് ദുആ ചെയ്യൂ. അല്ലാഹുവേ, ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യൂ. ഇതൊക്കെ ദുആയിക്ക് ഇജാബത്തുള്ള കാര്യമാണെന്ന് പ്രവാചകൻ പറയുമ്പോ, സഹോദരാ,
നാലാമത്തെ കാര്യം അതാണ്. അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയോ? റസൂലുള്ള പറയുന്നു, പൊന്നുമോനെ നന്ദികേട് കാണിക്കല്ലേ എന്ന് നബി മുഹമ്മദ്, നന്ദികേട് കാണിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. 5 വിശദീകരിക്കുന്നില്ല. 12 മണിയായി ദുആ ചെയ്യാൻ പോകുകയാണ്. 5 നീ നന്ദികേട് കാണിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പാലം കടക്കുന്നത് വരെ രാമായണ, പാലം കടന്നു കഴിഞ്ഞാ കൂരായണ, കാര്യം നടക്കുന്നത് വരെ അല്ലാഹനെ വേണം. പടച്ചവനെ ജോലിയില്ല അല്ലാ, മക്കളില്ല അല്ലാ, വീടില്ല അല്ലാ, കടവ അല്ലാ, കല്യാണം നടക്കണ അല്ലാ. കരഞ്ഞു വിളിച്ച് ദുആ ചെയ്ത് നിന്റെ കരച്ചല് കണ്ടിട്ട് അല്ല നിനക്കല്ലാതെന്നു വീട് കിട്ടി, മക്കളെ കിട്ടി, പെണ്ണ് കെട്ടി, പിന്നെ പള്ളിയില്ല, പട്ടവില്ല. പൊന്നുമോനെ റസൂലുള്ള പറയുന്നു, നിന്റെ ദുആ സ്വീകരിക്കടോ. നന്ദിയില്ലാത്തവനാകല്ലേ, നന്ദികേട് കാണിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലേ ദുആ ഉസ്താദ് 101 രൂപ, ഉസ്താദ് ഗൾഫിൽ പോണ ഉസ്താദ്, വിസ കിട്ടണ ഉസ്താദ്, കരഞ്ഞു ദുആ ചെയ്ത് വിസ കിട്ടി, ജോലി കിട്ടി. ഇപ്പോഴോ അല്ലേ ഉസ്താദെ മക്കളില്ല, ഉസ്താദ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യണം, മജ്ലിസിൻ നൂറി ദുആ ചെയ്യണം, കിട്ടി. ഇപ്പോഴോ നല്ല പെണ്ണിനെ കിട്ടണം. സാധാരണ നല്ല പെണ്ണിനെ കിട്ടണം, ദുആ ചെയ്യല. ഇല്ല 101 1001 കൊടുത്ത് ദുആ ചെയ്തു, പണക്കാരന്റെ മോളെ കിട്ടിയപ്പോ അല്ലാഹു അല പള്ളി ആരാ അവനോനെ അറിയത്തില്ല. എടാ പഴഞ്ചൊല്ലുണ്ട് ഇവിടെ, അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ പറയണതാ, എന്താ പറയാ, കാര്യം കാണുന്നത് വരെ, പാലം കിടക്കുന്നത് വരെ രാമായണ, പാലം കിടന്നു കഴിഞ്ഞാൽ തന്നെ. ആ പഴഞ്ചൊല്ല് തന്നെ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത്, കടലിൽ പോയിട്ട് അദാബ് ഇറങ്ങുമ്പോ, കാറ്റും മഴ ഇടിയൊക്കെ വരുമ്പോ അല്ലോ വിളിച്ചു പോകുമ്പോ കരച്ചില, എന്തൊക്കെയാ അള്ളാഹ് രക്ഷപ്പെടുത്തല്ല. കരയിൽ കയറി കഴിഞ്ഞാൽ കരയിൽ കയറി കഴിഞ്ഞാൽ നന്ദിയില്ലാത്തവനാകരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്ദികേട് കാണിക്കില്ലടാ. ഇന്നത്തെ രാത്രി നിനക്കുള്ളതാ, തൗബ ചെയ്തോ സ്വീകരിക്കും. നാളെ രാവിലെ പോയിട്ട് വീണ്ടും പഴയ പരിപാടി തുടങ്ങരുത്. അങ്ങനല്ല. ഇപ്പൊ ഇവിടെ നിന്ന് വഴുത് കഴിഞ്ഞു, പൊട്ടിക്കരഞ്ഞ് റബ്ബിന്റെ മുന്നിൽ തൗബ ചെയ്തു, സർവ്വ പാപങ്ങളും കളഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഗാനമേള നടക്കുന്നുണ്ട്, നല്ല പാട്ട് നടക്കുന്നുണ്ട്. കേറരുത്, നന്ദിയില്ലാത്തവനാകരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കടാ. ഒരു പ്രായമായില്ലേടാ, ചെയ്യേണ്ടതിനേക്കാളും 50 വയസ്സുള്ള വാപ്പമാര് ചെയ്യുന്നതിന്റെ ഇരട്ടി ചെയ്ത് കഴിഞ്ഞു. നിനക്ക് 20 ആയുള്ളൂ, നീ കള്ളു കുടിച്ചു, വ്യഭിചരിച്ചു, പലിശ അല്ലാഹുവേ വ്യഭിചരിച്ചു, കഞ്ചാവടിച്ചു, എന്തെല്ലാം വൃത്തികേട് ചെയ്തു. 50 വയസ്സുള്ള വാപ്പ പോലും അത്രയും പാപം ചെയ്തിട്ടില്ല. 25-ാമത്തെ വയസ്സിലല്ലെങ്കിൽ 15-ാമത്തെ വയസ്സിൽ, 18-ാമത്തെ വയസ്സിൽ, അല്ലാഹുവേ ഒരു 60 വയസ്സുള്ള മനുഷ്യൻ പോലും ചെയ്യാത്ത കൊടുംപാപങ്ങൾ ചെയ്തു കഴിഞ്ഞു. എന്നിട്ടും നന്നാകാത്തവനെ പോലെ നടക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരുപാട് കൊല്ലമൊന്നും ഇവിടെ ജീവിക്കണമെന്നില്ലടാ. എടാ, ജീവിക്കുന്നത് ഒരു ദിവസമാണെങ്കിലും മോനെ നല്ല നിലയിൽ ജീവിക്കാൻ കഴിയണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് ഒരു ചരിത്രം പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് അസ്വദുർ റായി റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് യുദ്ധം നടക്കുന്ന വേളയിൽ സ്വഹാബികൾ പിടിച്ചു കൊണ്ടുവരികയാ. ആരായി മനുഷ്യനെന്നറിയുവോ? മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ മുഴുവനും ശത്രുക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ചാരനാ. എത്രയോ സഹാബികൾ മരിക്കാൻ കാരണക്കാരനാ. അസ്വദുർ റായിയെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരികയാണ്, ചാരനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കൈകാലുകൾ കെട്ടിക്കെട്ട് കൊണ്ടുവന്ന് കെട്ടുകൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നിൽക്കുമ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, നബിയേ ഞാൻ വെട്ടാ നബിയേ. അതാ ഉറയിൽ കിടക്കുന്ന വാളിന്റെ ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചിരിക്കുകയാ. കാരണം ഇവൻ ചാരനാണ്, ഇവനെ കൊല്ലണമല്ലോ. എല്ലാവരും വാളും പിടിച്ചിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സഹാബാ ആ കെട്ടഴിച്ചങ്ങ് വിട്ടേക്ക് സഹാബാ. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. പിടിച്ചു കൊണ്ടുവന്ന ചാരനെ വെറുതെ വിടാൻ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ. എല്ലാവരും അവിടെ നിന്ന് വല്ലാതെ അത്ഭുതപ്പെട്ടു. അസ്വദുർ റായിയുടെ കയ്യും കാലും അടിച്ചു വിട്ടു. അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു പോവുകയാണ്. പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നു, അസ്വദ്
നിനക്കൊന്ന് മുസ്ലിമായി കൂടെ? ആ സമയത്ത് അസ്വദ് റായി റളിയല്ലാഹു തആല ആ യുദ്ധത്തിന്റെ വേളയിൽ അല്ലാഹുവേ രണാങ്കണമാണ്, യുദ്ധം നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ഈ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ മുസ്ലിമായാൽ എനിക്ക് എന്താണ് കിട്ടുന്നത്? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, നീ ഇന്ന് വരെ അടിമയാണ്, പക്ഷേ നീ മുസ്ലിമായി കഴിഞ്ഞാ നീ ഒരാളുടെയും അടിമയല്ല, ഈ ലോകത്ത് ഒരാളുടെയും അടിമയല്ല, നീ അല്ലാഹുവിന്റെ അടിമയാണ്, നീ സ്വതന്ത്രനാണ്. രണ്ടാമത് റസൂലുള്ള പറഞ്ഞു, ഇസ്ലാമിലേക്ക് കടന്നു വന്ന അല്ലാഹു നിനക്ക് സ്വർഗ്ഗം തരും, അല്ലാഹു നിനക്ക് സ്വർഗ്ഗം തരും. അസ്വദ് റായി എന്ന് പറയുന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കടന്നു വന്നു, ഷഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമായി. മംഗലാപുരത്തിന്റെ പരിസരത്തുള്ള, പുത്തൂരിന്റെ പരിസരത്തുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അസ്വദ് റായി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ കയ്യിൽ പിടിച്ച ഷഹാദത്ത് കലിമ പറഞ്ഞു, അവിടുന്ന് മുസ്ലിമായി. നബിയേ ഞാൻ എന്തേ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, രണാങ്കണത്തിലേക്ക് ഇറങ്ങിച്ചെന്ന സ്വർഗ്ഗം കിട്ടും, അവിടെ പോയി ഷഹീദായ സ്വർഗ്ഗം കിട്ടും. അസ്വദ് റായി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു, വാളും പിടിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളുടെ സൈന്യത്തിന്റെ ഇടയിലേക്ക് കയറി ചെല്ലുകയാ. അതാ നിമിഷങ്ങൾ കഴിഞ്ഞു, ഒരു ജനാസ എടുത്തുകൊണ്ട് വരുന്നു. സുബ്ഹാനല്ലാഹ്, കൊണ്ടുവന്നടാ. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോ ഒരു ജനാസ കൊണ്ടുവന്നു. ആരുടെ ജനാസയാ? മിനിറ്റുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ നിന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞ അസ്വദ് റായി റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായിട്ട് 5 മിനിറ്റ് പോലുമായില്ല, മുസ്ലിമായിട്ട് 5 മിനിറ്റ് പോലുമായില്ല. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരിക്കൽ പോലും നിസ്കരിച്ചില്ല, അവിടുന്ന് സ്വലാത്ത് പറഞ്ഞില്ലോ, അവിടുന്ന് സദഖ കൊടുത്തില്ലോ, അവിടുന്ന് ഖുർആൻ ഓതിയില്ലോ. പടച്ചവനെ, ഒരു സുജൂദ് പോലും ആ സ്വഹാബി ചെയ്തിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, അമലുഹു ഖലീൽ. അവിടുന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അമലുഹു ഖലീൽ. അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, ചെറിയ അമലേ ചെയ്തുള്ളൂ, ചെറിയ അമലേ ചെയ്തുള്ളൂ, അജ്റുഹു കസീർ. ഒരു സുജൂദ് പോലും ചെയ്യാതെ പോയടാ. 5 മിനിറ്റ് മുസ്ലിമായി ജീവിച്ചിട്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിലേക്ക് ആ ചെറുപ്പക്കാരനായ മനുഷ്യർ കടന്നുപോകുന്ന ചരിത്രം പറയുമ്പോ, മോനെ, ജീവിക്കുന്നത് ഒരു നിമിഷമാണെങ്കിലും, ഒരു ദിവസമാണെങ്കിലും, ഒരു മാസമാണെങ്കിലും, ഒരു വർഷമാണെങ്കിലും, പൊന്നു മോനെ, നേരെ ജീവിക്കണോ. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന രീതിയിലോ, അല്ലാഹുവിനെ വഴിപ്പെടുന്ന രീതിയിലോ. ഇന്ന് മുതൽ കള്ളു കുടിക്കൂല, വീടി വലിക്കൂല, അവിടെ നിന്ന് മുതൽ ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കില്ലോ, കള്ളു കുടിക്കുന്നവന്റെ കൂടെ നടക്കൂലോ, നിസ്കരിക്കാത്തവന്റെ കൂടെ നടക്കൂലോ, മോശമായവന്മാരുടെ കൂടെ നടക്കൂലോ, വ്യഭിചരിക്കുന്നവന്റെ കൂടെ നടക്കൂലോ, ഇനി പ്രേമിക്കാൻ പോകൂല. ഇന്ന് വരെ പറ്റിയത് മുഴുവനും അല്ലാഹു എനിക്ക് പുറത്തു വിടട്ടെ. നാളെ മുതൽ പുതിയ വർഷം തുടങ്ങുകയാണ്, ഒരു പുതിയ ജീവിതമാ, ഒരു പുതിയ മനുഷ്യരോ. എനിക്ക് അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമയാകണം. എന്നെ കണ്ടിട്ട് വേണം ശൈത്താൻ കരയാറ്, എന്റെ മുന്നിലാണ് ശൈത്താൻ തോക്കേണ്ടത്. അന്ന് തീരുമാനമെടുക്കാൻ കഴിയുമോ ചെറുപ്പക്കാരോ? അല്ലാഹുവിനെ വഴിപ്പെടുന്നത് പോലെ ജീവിക്കു പൊന്നുമോന്. റസൂലുള്ള പറയുന്നു, ഒരു മനുഷ്യന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ 5-ാമത്തെ കാര്യമെന്താ? നന്ദികേട് കാണിക്കല്ലേ, നന്ദികേട് കാണിക്കല്ലേ. 6-ാമത്തെ കാര്യമെന്ത്? ചെറുപ്പക്കാരോ, തൗബ ചെയ്യാ പോകുകയാ ചെറുപ്പക്കാരോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുന്നു, 6-ാമത്തെ കാര്യമെന്താ? റസൂലുള്ളാഹിയോട് ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ദുആ സ്വീകരിക്കാനുള്ള 6-ാമത്തെ വഴി എന്താ? ദുആ സ്വീകരിക്കാനുള്ള 6-ാമത്തെ വഴി എന്താ? സഹാബാ,
സമയം നോക്കിയിട്ട് ദുആ ചെയ്യണേ സഹാബ. മോനെ ദുആ ചെയ്താ സ്വീകരിക്കുന്നോ? ദുആ ചെയ്താ സ്വീകരിക്കുന്നോ? ചില സമയങ്ങളുണ്ട് ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, മോനെ രാത്രിയിലെ ദുആ ഉണ്ടല്ലോ, രാത്രിയിലെ ദുആ ഉണ്ടല്ലോ, അല്ലാഹു ഒന്നാം ആകാശത്തിൽ വന്നിരിക്കുന്ന സമയമാ. ആരാ എന്നോട് ചോദിക്കുന്നത്? ചോദിക്കുന്നവന് ഞാൻ പുറത്തു കൊടുക്കാമെന്ന് അല്ലാഹു പറയുന്ന സമയമാ. പഠിച്ചവരെ, പാതിരാത്രിയിലെ ദുആയ്ക്ക് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മോനെ 12 മണി കഴിഞ്ഞടാ, പുതിയ വർഷം തുടങ്ങിയടാ. ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഉടുതുണി കുനിഞ്ഞിട്ട് ആടുന്ന സമയമാണോ? കണ്ടുപിടിക്കുന്ന സമയമാണോ? വിചരിക്കുന്ന സമയമാണോ? ഗാനവേളകൾ കേൾക്കുന്ന സമയമാണോ? അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത, അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത, അല്ലാഹുവിനോട് ധിക്കാരം കാണിക്കുന്ന സമയമാ. ഈ സമയത്ത് നമുക്ക് അല്ലാഹുവിനോട് നന്മ ചെയ്തു തുടങ്ങാം. നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാ. ജീവിതത്തിന്റെ ഒരു പുതുവർഷം തുടങ്ങുമ്പോ ആ പുതുവർഷത്തിലെ 1-ാമത്തെ സെക്കൻഡ് സ്വർഗത്തിലിരിക്കാ ഭാഗ്യം കിട്ടിയവരാ. ദുനിയാവിലെ സ്വർഗത്തിലിരുന്ന് ഇൽമു കേൾക്കുന്നവരാ. ഇതിനേക്കാളും നമുക്കെന്തേ വേണ്ടത്? ഇതിനേക്കാളും നമുക്കെന്തേ വേണ്ടത്? അതുകൊണ്ട് സഹോദരാ, നിസ്കരിച്ചിട്ടുള്ള ദുആയ്ക്ക് ഇജാബത്തുണ്ട് മോനെ. ഫർള് നമസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരപ്പായിലിരുന്നിട്ട് പടച്ചുറപ്പിന്റെ ദുർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ചെയ്തു പോയത് മുഴുവനും നിനക്കൊന്ന് ഏറ്റു പറയാ കഴിയോ? നിനക്കല്ലാഹു രക്ഷ വരും പൊന്നു മോനെ. ദുആയ്ക്ക് ഇജാബത്ത് കിട്ടും മോനെ. അതുകൊണ്ട് നമുക്ക് അല്ലാഹുവിനോട് അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന്റെ 99 പേര് പറഞ്ഞിട്ട് ഇസ്തിഗ്ഫാറുകൾ പറഞ്ഞിട്ട് റബ്ബിന്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഏറ്റു പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാം. അതുകൊണ്ട് സഹോദരാ, ദുആ ചെയ്യുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, സദഖ ചെയ്തിട്ട് ദുആ ചെയ്താ ആ നീട്ടിയ കൈ അല്ലാഹു തട്ടിക്കളയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ ദുആ ചെയ്യാൻ പോകുകയാ. നമുക്കൊരു സദഖ ചെയ്തുകൂടെ? അല്ലാഹുവേ, 2019ന്റെ 1-ാമത്തെ മിനിറ്റ് ഒരു നന്മ ചെയ്തുകൊണ്ട് തുടങ്ങിക്കൂടെ? പഠിച്ചവര്, ഇവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. പഠിച്ചവനെ ഒരുപാട് വർഷം പഴക്കമുള്ള പള്ളിയാണ്. പഠിച്ചവനെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ചെറിയ സ്ഥാപനം തുടങ്ങണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പാവപ്പെട്ട പെൺമക്കളുടെ വിവാഹം പഠിച്ചവര്, ആരും സഹായിക്കാറില്ലാത്ത പാവപ്പെട്ടവരുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് വല്ലാത്ത മോഹമുണ്ട്. പെങ്ങളെ, സ്വർണ്ണമിടാത്തവര് പെണ്ണ് പോലുമില്ല, പൊന്നിടാത്തവര് പെണ്ണ് പോലുമില്ല. അല്ലാഹുവേ, ഈ നാട്ടിൽ ആരാരുമില്ലാത്തവർ യതീമായ പൊന്നുമോൾക്ക് വേണ്ടി നിന്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണ്ണം ഊരിക്കൊടുക്കാൻ കഴിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലമുണ്ടോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യനെ കടന്നു വന്നു. യാ റസൂലല്ലാഹ്, എന്തെങ്കിലും സഹായം തരണേ നബിയേ. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി നബിയേ, കുടുംബം പട്ടിണിയിലാണ് നബിയേ, എന്തെങ്കിലും സഹായം തരണോ? റസൂലുള്ള തന്റെ ആര്യായ ആയിഷ ബീബിയുടെ മുഖത്തേക്ക് നോക്കി. ഒന്നുമില്ല. റസൂലുള്ളാന്റെ വീടിന്റെ അകത്തൊന്നുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകള് മഹ്ദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് ലോകത്തിന്റെ നേതാവ് പറഞ്ഞു വിടുകയാണ്. ആ പാവപ്പെട്ട പ്രായം എന്ന മനുഷ്യനുണ്ടല്ലോ, ഫാത്തിമ ബീബിയുടെ വീടിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. ഫാത്തിമ ബീബിയുടെ വീടിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. സലാം പറഞ്ഞിട്ട് അവിടെന്ന് പറഞ്ഞു, ഫാത്തിമ, വാപ്പ പറഞ്ഞു വിട്ടതാ പൊന്നുമോള്, മുത്തുനബി പറഞ്ഞു വിട്ടതാണ്. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി പട്ടിണിയാണ് ഫാത്തിമ. ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ എന്റെ കയ്യിലൊന്നുമില്ല ഫാത്തിമ. പടച്ചവരെ, ഒരു പാവപ്പെട്ട മനുഷ്യൻ വീടിന്റെ മുന്നിൽ വന്ന് ചോദിക്കുകയാ, ഫാത്തിമ
ബീവി റളിയല്ലാഹു തആല വീടിന്റെ അകത്ത് കയറിയിട്ട് മുഴുവനും തെരഞ്ഞു നോക്കുകയാണ്. വീട് മുഴുവനും തെരഞ്ഞു നോക്കി, ഒന്നും കൊടുക്കാറില്ല. അവസാനം ഫാത്തിമ ബീവി നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട രണ്ട് മക്കൾ ഒരു ചെറിയ പുതപ്പിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങുകയാ. തന്റെ പൊന്നാര മക്കള് ഒരു പുതപ്പിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങുകയാ. പ്രായത്തെന്ന മനുഷ്യൻ ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ ഒന്നുമില്ല. ഫാത്തിമ ബീവി ചിന്തിച്ചില്ലോ, പിഞ്ചുമക്കളെ എടുത്ത് താഴെ കിടത്തി, പിഞ്ചുമക്കളെ എടുത്ത് താഴെ കിടത്തി. എന്നിട്ട് ആ പുതപ്പെടുത്തുകൊണ്ട് ആ മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുത്തു. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ഫാത്തിമ പുതപ്പല്ല എനിക്ക് അത്യാവശ്യം. ഫാത്തിമ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. കയ്യിലിരുന്ന കാരക്കയായിരുന്നു, അത് തീർന്നു പോയി ഫാത്തിമ. ശരീരം തളരുന്നു ഫാത്തിമ. എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തരുവോ ഫാത്തിമ? പടച്ചവനെ, ആ മനുഷ്യൻ പറയുന്നു, ഫാത്തിമ നിന്റെ ഉപ്പാന്റെ മുഖം പോലെയാ നിന്റെ മുഖം ഇരിക്കുന്നത്. നിന്റെ ഉപ്പാന്റെ കണ്ണ് പോലെയാ ഫാത്തിമ നിന്റെ കണ്ണിരിക്കുന്നത്. നീ നടക്കുന്നത് കണ്ടാ നിന്റെ ഉപ്പ വരുന്നത് പോലെയാ. ആ മനുഷ്യൻ ഫാത്തിമ ബീവിയോട് പറയുകയാ, നീ നിന്റെ വാപ്പയെ പോലെ തന്നെയായിരിക്കുന്നത്. ഫാത്തിമ ബീവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലോ. വീടിന്റെ അകത്ത് കയറിയിട്ടിരുന്ന് കരയുകയാ. വീട് മുഴുവനും പിന്നെയും തിരഞ്ഞു നോക്കി, കൊടുക്കാനൊന്നുമില്ല. വീടിന്റെ അകത്തിരുന്ന് കരയുന്നു. അല്ലാ, ഒരു പാവപ്പെട്ടവൻ വീടിന്റെ വെളിയിൽ വന്ന് യാചിക്കുമ്പോ കൊടുക്കാനൊന്നുമില്ലല്ലോ. ഒരു നേരത്തെ അന്നം പോലും കൊടുക്കാനില്ലല്ലോ. ജനയാ പൈസ പോലും കൊടുക്കാറില്ലല്ലോ. ഫാത്തിമ ബീവി വീടിന്റെ അകത്തിരുന്ന് കരയുകയാ. ഫാത്തിമ ബീവി വീടിന്റെ അകത്തിരുന്ന് കരയുകയാ. പെട്ടെന്നെന്തോ ഓർമ്മ വന്നു, പെട്ടെന്നെന്തോ ഓർമ്മ വന്നു. എഴുന്നേറ്റ് ഓടിച്ചെന്നിട്ട് വസ്ത്രങ്ങൾ വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വസ്ത്രങ്ങൾ മുഴുവനും എടുത്ത് മാറ്റുകയാണ്. പടച്ചവനെ, ഒരു ചെറിയ പെട്ടി എടുത്തു. ഫാത്തിമ ബീവി എടുക്കുമ്പോഴേ കരയാൻ തുടങ്ങി. ഫാത്തിമ ബീവി എടുക്കുമ്പോഴേ കരയാൻ തുടങ്ങി. ആ ചെറിയ പെട്ടി അങ്ങ് തുറക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു ചെറിയ മുത്തുമാല, ഒരു ചെറിയ മുത്തുമാല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല ആ മാല എടുത്തിട്ട് തന്റെ ചുണ്ടിലേക്ക് വെച്ച് ചുംബനം കൊടുക്കുകയാ. ഒരുപാട് ചുംബനം കൊടുത്തു. വീടിന്റെ അകത്ത് കിടന്ന് ഫാത്തിമ കരയുകയാ. അവസാനമുണ്ടല്ലോ, അവളെന്ന് കണ്ണുനീര് തുടച്ചിട്ട് വീടിന്റെ വെളിയിൽ നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുക്കുകയാ. ഇത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങി കഴിക്കാൻ പറഞ്ഞിട്ട് ആ സാധുവായ മനുഷ്യന്റെ കയ്യിലേക്ക് മാല വെച്ച് കൊടുക്കുകയാ. എന്നിട്ട് ആ മനുഷ്യൻ ചോദിച്ചു, ഫാത്തിമ എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ കരയുന്നത്? ഫാത്തിമ ബീവിയൊന്നും മിണ്ടിയില്ല. സ്വർണ്ണമാല കിട്ടിയ സന്തോഷത്തോടെ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ആ മനുഷ്യനോടുകയാ. നബിയേ, നിങ്ങളുടെ പൊന്നുമോടെ സ്വർഗത്തിന്റെ റാണിയാ നബിയേ. അങ്ങയുടെ പൊന്നുമോള് തന്നെയാ നബിയേ. എനിക്ക് പുതപ്പുതന്നു നബിയേ. കഴിക്കാൻ ഭക്ഷണമില്ലാത്തത് കാരണം എനിക്കൊരു മാല ഊരി തന്നു നബിയേ. പക്ഷേ യാ റസൂലല്ലാഹ്, മാല തന്നപ്പോ ഫാത്തിമ വല്ലാതെ കരഞ്ഞു നബിയേ. തന്റെ പൊന്നാര മകളെ കരഞ്ഞെന്ന് പറയുമ്പോ റസൂലുള്ളാഹി ചോദിക്കുന്നു, മനുഷ്യ എന്റെ പൊന്നുമോട് തന്ന മാലയൊന്ന് കാണിക്കുവോ? എന്റെ പൊന്നുമോട് തന്ന മാലയൊന്ന് കാണിക്കുവോ? ആ മനുഷ്യൻ തന്റെ കയ്യിലിരുന്ന മാലയെടുത്ത് കാണിക്കുമ്പോ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുകയാ. ലോകത്തിന്റെ
ലോകത്തിന്റെ നേതാവിന്റെ താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. പ്രവാചകൻ ആ മാല കാണുമ്പോഴേ കരയുകയാ. നബിയെ എന്തിനാ കരയുന്നത്? സഹാബാ, അതാരുടെ മാലയെന്നറിയോ? എന്റെ ഖദീജാന്റെ മാലയാ, എന്റെ ഖദീജയുടെ മാലയാ. ഈ മാല കാണുമ്പോൾ എനിക്ക് പോലെ കരച്ചിൽ വരുന്നെങ്കിൽ എന്റെ മോളെത്ര കരഞ്ഞിട്ടുണ്ടാകും. ഏത് മാലയെന്നറിയുവോ? ഏത് മാലയെന്നറിയുവോ? നിങ്ങളെ ഖദീജ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് വല്ലാത്ത സമ്പന്നയായിരുന്നല്ലോ. ലോകത്തോട് യാത്ര പറയുന്ന സമയത്ത്, മരണമെടുത്ത സമയത്ത് തന്റെ പൊന്നാര മകളെ അടുത്ത് വിളിക്കുകയാ. ഫാത്തിമ എന്ന ചെറിയ മകളെ അടുത്തേക്ക് വിളിച്ചിട്ട്, അല്ലാഹുവേ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ഖദീജ ബീവി എന്ന ഉമ്മ പറഞ്ഞു, മോളെ ഫാത്തിമ, ശരീരം മുഴുവനും സ്വർണ്ണമിട്ട് തരണമെന്ന് ഉമ്മായിക്ക് ആഗ്രഹമുണ്ട്. നിന്റെ കൈ മുഴുവനും വളയിട്ട് തരണം, മോതിരമിട്ട് തരണം, നിനക്ക് കഴുത്തിൽ മാലയിട്ട് തരണം. ഈ ഉമ്മയ്ക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷേ ഉമ്മാന്റെ കയ്യിലൊന്നുമില്ല മോളെ ഫാത്തിമ, ഉമ്മാന്റെ കയ്യിലൊന്നുമില്ല. ഉള്ളതെല്ലാം പാവങ്ങൾക്ക് കൊടുത്തു, ഉള്ളതെല്ലാം പള്ളിക്ക് കൊടുത്തു, അള്ളാന്റെ ദീനിന് കൊടുത്തു, പാവങ്ങളെ സഹായിക്കാൻ കൊടുത്തു. ഉമ്മാന്റെ കയ്യിലൊന്നുമില്ല മോളെ. എന്നിട്ട് കഴുത്തിൽ കിടന്ന ഒരു ചെറിയ മുത്തുമാല അടിച്ചെടുത്തു. എന്നിട്ട് ഫാത്തിമ എന്ന പൊന്നുമോളുടെ കയ്യില് അവിടുന്ന് ചുംബനം കൊടുത്തിട്ട് ഫാത്തിമയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മോളെ, ഉമ്മാനെ ശപിക്കല്ലേ, ഉമ്മാനോട് ദേഷ്യം തോന്നല്ലേ, ഈ മാലയല്ലാതെ എന്റെ കയ്യിലൊന്നുമില്ല ഫാത്തിമ. എന്നിട്ട് ഫാത്തിമ എന്ന ചെറിയ മകളോട് ഉമ്മ പറഞ്ഞു കൊടുക്കുന്നു, ഉമ്മാനെ കുറിച്ച് നിനക്ക് ഓർമ്മ വരുമ്പോ, എന്നെ നിനക്ക് ഓർമ്മ വരുമ്പോ ഈ മാല എടുത്തു വെച്ചിട്ടൊന്ന് ചുംബിച്ചാ മതി മോളെ. മരണസമയത്ത് ഉമ്മ തന്റെ കയ്യിൽ കൊടുത്ത മാലയാ. എത്രയോ ദിവസം പട്ടിണി കിടന്നു വാപ്പാ, കഴിക്കാ ഭക്ഷണമില്ലാതെ വീടിന്റെ അകത്ത് പട്ടിണി കിടക്കുമ്പോഴും ഈ മാലയാ വീടിന്റെ അകത്തുണ്ട്. തന്റെ ഭാര്യയും ഭർത്താവും നോമ്പ് പിടിച്ചിട്ട് കിടക്കുമ്പോഴും ഈ വീടിന്റെ അകത്ത് ഈ മാല ഇരിപ്പുണ്ട്. കാരണം ഉമ്മ മരിക്കുന്ന സമയത്ത് കൊടുത്ത മാലയാ. എങ്ങനെ കൊടുക്കാരാ? പക്ഷേ വീടിന്റെ വെളിയിലൊരു പാവപ്പെട്ടവൻ ഒന്ന് കൈനീട്ടിയപ്പോ ഒന്നും നോക്കാനില്ലായിരുന്നു, ചിന്തിക്കാനൊന്നുമില്ലായിരുന്നു. ആ ഉമ്മ കൊടുത്ത മാലയെടുത്തിട്ട് കയ്യിൽ കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, പാപ്പാ, നിന്റെ മുന്നിൽ എത്രയോ യതീമായ മക്കള് വരുന്നു, പാവപ്പെട്ടവര് വരുന്നു. നല്ല കാര്യത്തിന് വേണ്ടി ചോദിച്ചാ കൊടുക്കാൻ നിനക്ക് മനസ്സില്ലല്ലോ. നിനക്ക് ഒരുപാട് സമ്പത്ത് തന്നില്ലേ, നീ എവിടെ കൊണ്ടുപോകാരാ? നീ എവിടെ കൊണ്ടുപോകാരാ? പള്ളിക്കുടിയിൽ പോകുമ്പോ മക്കള് വാങ്ങിത്തരുന്ന 3 കഷ്ടം തുണിയും പൊതിഞ്ഞിട്ട് മിണ്ടാതെ പോകേണ്ടവനല്ലേ. അതുകൊണ്ട് ഫാത്തിമ ബീവി പറഞ്ഞതെന്നറിയോ? വാബുശിറൂ ബിൽ ജന്നാ, എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗം മതി, എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗം മതി. അതുകൊണ്ട് സഹോദരാ, പാവങ്ങളെ മറന്നു പോകല്ലേ, യതീമീങ്ങളെ മറന്നു പോകല്ലേ.